ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. കുടുംബശ്രീയുടെ ദേശീയ സരസ് 2025 മഹാമേള ഇവിടെ അരങ്ങേറാൻ പോവുകയാണ് ജനുവരി 20 മുതൽ 31 വരെ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നാളെ 18-ാം തീയതി ഗവൺമെൻറ് ITIയുടെ അവിടെ നിന്നും പിന്നെ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഒരു വിളംബര ജാഥയുണ്ട്. നാളെ തുടക്കം കുറിക്കുകയാണ്. 20-ാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഈ മഹാമേള ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിന് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഗ്രാമീണ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് വനിതകളുടെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു ദേശീയ കുടുംബശ്രീ മേളയാണ് സരസ് മേള. ഈ മാസം 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ചെങ്ങന്നൂർ ദേശീയ കുടുംബശ്രീ മേള നടക്കുമ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും സാംസ്കാരിക പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഏതാണ്ട് 60ഓളം പുസ്തക പ്രസാധകർ ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ ഈ സരസ് കുടുംബശ്രീ മേളയുടെ ഭാഗമായി വരുന്നുണ്ട്. 60ഓളം പുസ്തക പ്രസാധകർ വരുന്നു എന്നുള്ളത് മാത്രമല്ല, പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ ഫോറം, സെമിനാറുകൾ തുടങ്ങിയത് ഈ വേദിയിൽ വെച്ച് ഇവിടെ നടക്കുന്നുണ്ട്. 3 വേദികളിലായിട്ടാണ് വിവിധ സാംസ്കാരിക മേഖലയിലുള്ള രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെയുള്ള വിവിധ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ചെങ്ങന്നൂരിലേക്ക് വരികയാണ്. അപ്പോൾ ചെങ്ങന്നൂരിൻ്റെ വലിയൊരു ആഘോഷം മാത്രമല്ല, ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ, ആലപ്പുഴ ജില്ല അതിന് നേതൃത്വം നൽകുന്നു, ചെങ്ങന്നൂർ അതിന് നേതൃത്വം നൽകുന്നു. ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ ഈ സരസ് മേളയെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഒരു നവ്യാനുഭവമാക്കി അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടി ഈ സരസ് മേള, ദേശീയ കുടുംബശ്രീ സരസ് മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രഗത്ഭരായ നിരവധി പ്രമുഖ കലാകാരന്മാരുടെ കലാപരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിപുലമായ ഫുഡ് കോർട്ടും 300-ലധികം സ്റ്റാളുകളും പുഷ്പമേളയും ഈ മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി വിവിധ റൈഡുകളും ഇവിടെ സജ്ജമാണ്. സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായി നമ്മുടെ സ്വന്തം ടോവിനോയും എത്തുന്നു. ദേശീയ സരസ് മേള 2025 ജനുവരി 18 മുതൽ 31 വരെ തീയതികളിലായി ചെങ്ങന്നൂരിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ അതിപ്രഗത്ഭരായ കലാകാരന്മാർ ഈ തുടർന്നു വരുന്ന 12 ദിവസക്കാലം ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അവരുടെ കലാവിരുന്നുകൾ അവതരിപ്പിക്കും. 20-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. 20-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. കേരളത്തിലെ മഹാനടൻ മോഹൻലാൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് സ്റ്റീഫൻ ദേവസിയുടെ ഷോ ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ റിമി ടോമി, വിധു പ്രതാപ്, ജോത്സ്ന, കലാഭവൻ ഷാജോൺ, ഷാബാസ് അമൻ അടക്കമുള്ള വിവിധ കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ ഇവിടെ അരങ്ങേറും. നാളെ 18-ാം തീയതി ഇവിടെ വിളംബര ഘോഷയാത്ര നടക്കും. ഏകദേശം 12,000-ഓളം വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അതിനുശേഷം 1000-ലധികം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന കൂട്ടപ്പാട്ട് ഇവിടെ അരങ്ങേറും. അങ്ങനെ ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ ഏറ്റവും വിപുലമായ രീതിയിൽ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇവൻ്റ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന ദേശീയ സരസ് മേള. ഈ ദേശീയ സരസ് മേളയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും എല്ലാവരെയും ഹാർദവമായി ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.